മാറ്റിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ജാനകിയാണെങ്കിൽ അനിയടുത്ത് പറയുന്നുണ്ട് കേട്ടോ, ഞാൻ പോയി അനാമിക മോളെ പോയി വിളിച്ചുകൊണ്ട് വരുമെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അനി പറയുന്നുണ്ട്, ആ ശരി എന്നാൽ പോയി വിളിച്ചുകൊണ്ട് വരാൻ പറയും കേട്ടോ. അപ്പം നമ്മൾ ജലജ പറയുന്നുണ്ട്, അതെന്താ കനകയുടെ മക്കൾക്ക് മാത്രം ഇവിടെ ജീവിച്ചാൽ മതിയോ, വേറെ ആർക്കും ഇവിടെ ജീവിക്കണ്ടേ, അനാമിക മോളും എന്താ ആഗ്രഹത്തോടാണ് ഇവിടെ ജീവിക്കാൻ വന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ജാനകി പറയുന്നുണ്ട്, എനിക്കുള്ള എല്ലാ സ്വത്തുക്കളും ഞാൻ അനാമിക മോൾക്ക് ഞാൻ കൊടുക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് അനി പറയുന്നുണ്ട്, ശരി എല്ലാം കൊടുത്തിട്ടാണെങ്കിൽ ഇവിടെ നിന്ന് ഒഴിവാക്കി തരാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. നമ്മളെ ജലജ പറയുന്നുണ്ട്, പിന്നെ പാല് കാച്ചി വെച്ചിരുന്നത് പിന്നെ നിൻ്റെ ഏട്ടത്തി തന്നെയല്ലേ, അല്ലാതെ വേറെ ആരും അല്ലല്ലോ എന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്ക് അതിപ്പം പാവം അച്ഛനും അമ്മയും പോയി അനാമിക മോളെ ഇവിടെ കൊണ്ടുവരുമെന്ന് ആയപ്പോഴത്തേക്ക് നീ അത് അവളെ തലയിൽ ഇട്ടിരിക്കുകയാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ അനി പറയുന്നുണ്ട്, അത് എൻ്റെ അടുത്ത് ആരും പറഞ്ഞൊന്നുമല്ല, അത് അവർ സംസാരിക്കുന്നത് യാദർച്ഛ്യമായി ഞാൻ കേട്ടയാന്ന് പറയുമ്പം നമ്മൾ ജലജ പറയുന്നുണ്ട്, അത് നീ കേട്ടണല്ലോ, അതും മതിയല്ലോ അവർക്കെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ജാനകിയാണെങ്കിൽ പിന്നെ അനിയടുത്ത് പറയുന്നുണ്ട്, എന്തായാലും ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്തായാലും ഇവിടെ നീ നന്ദുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്നൊന്നും നീ വിചാരിക്കേണ്ട കാര്യമില്ല, അതൊരിക്കലും നടക്കത്തില്ല, ഞാനെന്ന് സമ്മതിക്കത്തതും ഇല്ലെന്ന് പറയുവേ. ജാനകി പറയുന്നുണ്ട്, എന്തായാലും അവളെ ഇവിടെ അനന്തപുരി തറവാട്ടിലേക്ക് കൊണ്ടുവരാമെന്ന് നീ ഒരിക്കലും വിചാരിക്കേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ട് നമ്മളെ ജാനകി അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ വേണുവിനെയും രേവതിയെയും അനാമികയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ വേണു പറയുന്നുണ്ട്, എന്തെല്ലാം പ്രതീക്ഷയോടെ നമ്മൾ പോയതായിരുന്നു, മോക്ക് സമ്മാനങ്ങളൊക്കെ കിട്ടുമെന്നൊക്കെ ഉള്ള ഒരു പ്രതീക്ഷയിൽ നമ്മൾ പോയതായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ രേവതി പറയുന്നുണ്ട്, അതെന്തായാലും മോക്ക് ഇങ്ങനെ സമ്മാനമൊക്കെ കൊടുക്കുന്നതെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഉള്ളവർ തന്നെ അത് പൊളിച്ചതാണെന്നൊക്കെ ഇങ്ങനെ പറയുക. അങ്ങനെ നമ്മൾ അനാമിക പറയുന്നുണ്ട്, എന്തായാലും ഞാനില്ലാത്ത സ്ഥാനത്ത് ഇനിയിപ്പോൾ അവിടെ അവളെ കയറി പറ്റുമെന്നാണ് എനിക്കൊരു പേടി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മളെ വേണു പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ആരും കയറി പറ്റിയിട്ട് നമുക്കൊരു കാര്യമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ രേവതി പറയുന്നുണ്ട്, എന്തായാലും ഇപ്പം മോളെന്തായാലും അനിയുടെ ഭാര്യ തന്നെയാണല്ലോ, മോൾ ബന്ധം ഒഴിച്ചിട്ടൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വേണു പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എന്തായാലും ഇനിയിപ്പോൾ അവരായിട്ട് ബന്ധം ഒഴിയാൻ നിന്നാലൊന്നും മോൾ പെട്ടെന്നൊന്നും ബന്ധം ഒഴിയരുത്, അതിനൊന്നും നമ്മൾ സമ്മതിക്കരുത്, എന്തായാലും നമ്മൾ ബന്ധം ഒഴിയുന്ന സമയത്ത് നല്ല രീതിയിൽ എന്തായാലും അവരെ കയ്യിൽ നിന്ന് നഷ്ടപരിഹാരമൊക്കെ നമ്മൾ മേടിച്ചെടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ അനാമിക പറയുന്നുണ്ട്, ഞാനും ഇത് തന്നെയാണ് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എങ്ങനെയെങ്കിലും അനന്തപുരിക്കാരെ എങ്ങനെയൊക്കെ വട്ടം ചുറ്റിക്കാന്നൊക്കെ ഉള്ള കാര്യമാണ് ഞാനും ആലോചിച്ചൊക്കെ എടുക്കുന്നതെന്നൊക്കെ ഇങ്ങനെ അനാമികയെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ അനാമികയും ചിന്തിച്ച് നിൽപ്പുണ്ട് കേട്ടോ. അപ്പം അതിനുശേഷം കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അബിയെയും ജലജയാണ് കാണിക്കുന്നത്. അപ്പം നമ്മൾ അബിയെടുത്ത് ജലജ പറയുന്നുണ്ട്, എന്തായാലും ഈ ടൈമിൽ നമ്മൾ സൂക്ഷിച്ച് കളിച്ചാൽ നമുക്കൊന്ന് കളം പിടിക്കാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അബിയെടുത്ത് പറഞ്ഞു കൊടുക്കുക. അപ്പം അബിയും പറയുന്നുണ്ട്, ഞാനും അത് തന്നെ വിചാരിച്ചിരിക്കുന്നതെന്ന് പറയും. അപ്പം ഈ ടൈമിൽ എന്തായാലും ഇപ്പം നമ്മൾ അനാമികയെ പുറത്ത് ആക്കിയിട്ടുണ്ടല്ലോ, ആക്കിയതുകൊണ്ട് അവളെ വെച്ച് കളിക്കാനാണ് ഇവർ രണ്ടുപേരും തീരുമാനം കേട്ടോ. അങ്ങനെ അബി പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഉടനെ പോയി എന്തായാലും അനാമിക എന്ന് കാണട്ടെ എന്ന് പറയും. അപ്പോഴത്തേക്ക് നമ്മൾ ജലജ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എന്തായാലും ഇതിൻ്റെ പിന്നിലാണെന്ന് നീ ഒരിക്കലും ഇവിടെ ആരും അറിയരുത്, നീയാണ് ഇതിൻ്റെ പിന്നിലെന്ന് പറയുമ്പോഴത്തേക്ക് അബി പറയുന്നുണ്ട്, അതറിഞ്ഞാൽ എനിക്ക് തന്നെയാണല്ലോ പ്രശ്നം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അബി പറയുന്നുണ്ട്, എന്തായാലും ഞാനിപ്പോൾ രണ്ട് പെൺകുട്ടികളെ വെച്ചാണ് ഞാൻ കളിക്കുന്നത്, ഒന്ന് അനാമികയും പിന്നെ ഒന്ന് എൻ്റെ ഭാര്യ എന്ന് പറയും. ഇപ്പം നമ്മൾ അബി പറയുന്നുണ്ട്, ഞാൻ എന്തായാലും നവ്യയ്ക്ക് ഓരോന്ന് പറഞ്ഞ് എരിയേറ്റി കൊടുക്കുന്നത് കൊണ്ടാണ് നവ്യയ്ക്കാണെങ്കിൽ ആദർശൻ്റെ അടുത്ത് ഇപ്പോൾ ഇത്രയും ദേഷ്യവും കാര്യം എന്നൊക്കെ പറയുകയാണെ. എന്തായാലും അനാമികയെ പുറത്താക്കിയത് കൊണ്ട് എന്തായാലും അനാമികയെ ഉപയോഗിച്ചിട്ട് ഇവിടെയുള്ള നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പുറംലോകം അറിയിപ്പിക്കാൻ പറ്റുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ അബി പറയുന്നത്, അപ്പം നമ്മൾ ജലജ പറയുന്നുണ്ട്, എന്തായാലും അബി പിന്നെ ഇപ്പം അനിയുടെ ഭാര്യ തന്നെയല്ലേ നിയമപരമായിട്ട് എന്തായാലും അനാമിക, അതുകൊണ്ട് എന്തായാലും അനാമികയെ എത്രയും പെട്ടെന്ന് എന്തും ഇവിടെ നിന്ന് പുറത്താക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയും. അബിയാണെങ്കിൽ പിന്നെ അനാമികയെ കാണാൻ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ അനാമികയെ കണ്ടിട്ട് പറയുന്നുണ്ട്, ഇങ്ങനെ എന്തായാലും പിന്നെ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ അബി പറയുന്നുണ്ട്, എന്തായാലും നിനക്ക് അറിയാവുന്ന കാര്യമല്ലേ എൻ്റെ കാര്യമോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അനാമിക പറയുന്നുണ്ട്, ഞാനും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് ചില സമയത്തൊക്കെ അബിയേട്ടൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ. അപ്പോഴത്തേക്ക് നമ്മൾ പിന്നെ അബിക്കാണെങ്കിൽ ആദർശൻ്റെ കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ട്, പക്ഷേ പറയാണെങ്കിലും ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, അതിലപ്പുറത്തോട്ട് നമ്മൾ ആദർശനെ കുറിച്ച് അബിക്കൊന്നും പറയാനും പറ്റത്തില്ലല്ലോ. അങ്ങനെ നമ്മൾ അബിയാണെങ്കിൽ അനാമികയുടെ അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും നീ എന്തായാലും ഇപ്പം പുറത്തായല്ലോ, അപ്പോൾ പിന്നെ എന്തായാലും നീ വേണം ഈ കാര്യങ്ങളെല്ലാം പുറലോകത്തിനെ അറിയിക്കാൻ, ആദർശൻ്റെ കാര്യങ്ങളൊക്കെ എന്തായാലും നീ പുറലോകത്തിനെ അറിയിപ്പിക്കണം, എന്തായാലും ഇപ്പം ഈ പറഞ്ഞക്ക് ചന്തുമോള ഉണ്ടല്ലോ, ചന്തുമോള അച്ഛൻ ആദർശാണെന്നുള്ള കാര്യമൊക്കെ നീ പുറലോകത്തിനെ അറിയിപ്പിക്കണമെന്ന് പറയും കേട്ടോ. അപ്പം പയ്യൻ നിനക്ക് എന്തായാലും രംഗപ്രവേശനം ചെയ്യാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ അബി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പിന്നെ എന്തായാലും ആദർശിനെ അറിയാത്ത 2-3 മീഡിയക്കാരുണ്ട്, അവരെ നമ്പരും കാര്യങ്ങളൊക്കെ ഞാൻ നിനക്ക് തരാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അബി പറയുന്നുണ്ട്, എന്തായാലും നമ്മൾ ജ്വല്ലറി ആണെങ്കിൽ എന്തായാലും പേരിട്ട ജ്വല്ലറിയും കാര്യങ്ങളും അല്ലേ, അപ്പോൾ അവിടെ ഒരുപാട് പേര് സ്വർണ്ണവും കാര്യങ്ങളൊക്കെ എടുക്കാൻ വരുന്നുണ്ടല്ലോ, അപ്പോൾ എന്തായാലും അവിടുത്തെ MDയുടെ സ്വഭാവങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവരും ഒക്കെ
അറിയട്ടെ എന്ന് പറയും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും അറിയട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അനാമികയും പറയുന്നുണ്ട്, എന്തായാലും എൻ്റെ മനസ്സിലും ഇങ്ങനെയുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ആദർശേട്ടനെയൊക്കെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും സോഷ്യൽ മീഡിയയിലൊക്കെ പറയണമെന്നൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും നമ്മളെ ഈ ജ്വല്ലറിയുടെ വളർച്ചയും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ ഇല്ലായിരുന്ന സമയത്തല്ലേ. എന്തായാലും ഇപ്പോൾ നമ്മളെ നയനയാണെങ്കിലും അവളാണെങ്കിലും ഇപ്പോൾ ഭയങ്കര ഡിസൈനറും കാര്യങ്ങളും അല്ലേ. എന്തായാലും അവൾ നാണം കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അനാമിക അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. പോകുന്ന സമയത്താണെങ്കിൽ നമ്മൾ അബിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷവും ആവുന്നുണ്ട്. അങ്ങനെ നമ്മൾ അബിയാണെങ്കിൽ അനാമിക അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും എനിക്ക് 3 ബ്രാഞ്ച് കൊടുത്ത സമയത്ത് എനിക്ക് ആ ഒന്നല്ലേ തന്നിട്ടുള്ളത്. അതെന്തായാലും നമ്മൾ അബിയാണെങ്കിൽ എപ്പോഴും പറയുന്നത്. അനാമിക പറയുന്നുണ്ട്, എന്തായാലും അവിടെ ഉള്ളവരെ നാണം കെടുത്താൻ എത്രത്തോളം പറ്റുമോ അത്രത്തോളം ഞാൻ നാണം കെടുത്തും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ പോകുന്നതൊക്കെ നോക്കി നമ്മൾ അനിയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മൾ അനിയുടെ കൂട്ടുകാരെയൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പം അവർ അനിയെ വിളിച്ചിട്ട് ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവർ നിൽക്കുകയാണ്. എന്നിട്ടാണെങ്കിലും നമ്മൾ അനി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അനിയടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താ നീ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ അനി പറയുന്നുണ്ട്, അമ്മ ഫോൺ മേടിച്ച് വെച്ചിരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങളെയാണെങ്കിലും പിന്നെ അതേപോലെ നന്ദുവിനെ ഒന്നും വിളിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കരശപ്പൊടി കൊച്ചല്ലി അപ്പം എന്തെങ്കിലും തെറ്റ് കാണിക്കുമ്പോൾ ഫോൺ മേടിച്ച് വയ്ക്കാൻ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പറയുന്നുണ്ട്, അതിനിപ്പോൾ നമുക്ക് വേറൊരു ഫോൺ മേടിച്ചാൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അനി പറയുന്നുണ്ട്, ഞാൻ എന്തായാലും വേറെ ഫോൺ മേടിക്കാനൊക്കെ ഇരിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അനി പറയുന്നുണ്ട്, എന്തായാലും ഇപ്പം നന്ദുവിന് മെസ്സേജോ കാര്യങ്ങളോ ഒന്നും അയക്കാനും പറ്റുന്നില്ല, വിളിക്കാനും പറ്റുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും അവർ ആണെങ്കിൽ കൂട്ടുകാർ ഫോണൊക്കെ കൊടുക്കും കേട്ടോ. ഒരാളെ ഫോണൊക്കെ കൊടുത്ത് അങ്ങനെ നന്ദുവിന് മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നന്ദു ആണെങ്കിലും ഇപ്പം അനി വിളിക്കാത്തതിൻ്റെയൊക്കെ വിഷമത്തിലിരിക്കുകയെന്ന് തോന്നുന്നു. അങ്ങനെ ആ മെസ്സേജിൻ്റെ സൗണ്ട് കേൾക്കുമ്പോഴത്തേക്കും നന്ദു ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്ദുവിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഇതാണ് അമ്മ ഫോൺ മേടിച്ച് വെച്ചത് കൊണ്ടാണ് എനിക്ക് വിളിക്കാൻ പറ്റാഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും ഒരു സന്തോഷ വാർത്തയുണ്ട്, അനാമികയും മുത്തശ്ശനായിട്ട് തന്നെ അനന്തപുരി തറവാട്ടിൽ നിന്ന് പുറത്താക്കി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ റൂട്ട് എന്തായാലും ഇനി ക്ലിയർ ആയെന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ നന്ദുവിന് ഒരു സന്തോഷമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദർശമാണെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശിക്കും അനാമികയുടെയും കാമുകൻ്റെയൊക്കെ ഫോട്ടോസ് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെയും ആദർശ് കാണിച്ചു കൊടുത്തിട്ടില്ലായിരുന്നു, ഇപ്പോഴാണ് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നത്. അങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇതെന്തായാലും നിങ്ങൾ നേരത്തെ തന്നെ ഇതെന്തായാലും ഞങ്ങളെ അറിയിക്കേണ്ടിയായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ആദർശ് പറയുന്നുണ്ട്, എന്തായാലും കുടുംബത്തിൻ്റെ അകത്തൊരു പ്രശ്നം വേണ്ട, അതങ്ങനെ അങ്ങ് സോൾവായി പോട്ടെ എന്ന് വിചാരിച്ചത് കൊണ്ടാണ് ആരെ അറിയിക്കാഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പറയുന്നുണ്ട്, എന്തായാലും അനിയും അനാമികയും പുതിയൊരു ജീവിതം തുടങ്ങിയതല്ലേ ഉള്ളായിരുന്നു, അപ്പോൾ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പം അത് അന്ന് തന്നെ ഒഴിവാക്കാനുള്ളതായിരുന്നു. പിന്നെ എന്തായാലും പിന്നെ ദേവയാനിക്കുള്ള പാലിൽ ഇങ്ങനെ വിഷം ചേർത്തപ്പോൾ തന്നെ അവളെന്തായാലും ഞങ്ങളെ മനസ്സിൽ നിന്ന് പോയതാണെന്ന് പറയുന്നത്. എന്തായാലും നീ എനിക്ക് നമ്മൾ വേറൊരു പെണ്ണിനെ കണ്ടുപിടിക്കുന്നതാണെങ്കിലും അവരുടെ കുടുംബത്തിനെ കുറിച്ചെല്ലാം നല്ല രീതിയിൽ അന്വേഷിച്ചിട്ടൊക്കെ വേണം നീ നിൻ്റെ അനിയനിക്കൊരു പെണ്ണിനെ ആലോചിക്കാനൊക്കെ മുത്തശ്ശൻ ഇങ്ങനെ പറയുന്നുണ്ട്. നമ്മളെ മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്തായാലും ഇനിയിപ്പം അവിടെ ഒരു പെണ്ണിനെ ആലോചിക്കുകയാണെങ്കിൽ ആദ്യം അവർ അച്ഛനും അമ്മയും കുറിച്ച് വേണം ആലോചിക്കാൻ. അച്ഛനമ്മമാർ നല്ലതാണെങ്കിൽ മാത്രമേ മക്കൾ നന്നാവത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇപ്പം നമ്മൾ മുത്തശ്ശൻ്റെ തീരുമാനം എന്തായാലും അനാമിക ഇനി എന്തായാലും അനന്തപുരി തറവാട്ടി വേണ്ടെന്ന് തന്നെ കേട്ടോ. അങ്ങനെ നമ്മൾ നയന പറയുന്നുണ്ട്, മുത്തശ്ശൻ എന്തായാലും അനാമികയ്ക്കാണെങ്കിൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം അനാമികയ്ക്ക് അറിയാമല്ലോ, അവളിനി എന്തായാലും അത് പുറം ലോകം അറിയിക്കുമെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അറിയിക്കുന്നെങ്കിൽ അങ്ങ് അറിയിച്ചോട്ടെ, അതിനിപ്പോൾ എന്താണെന്ന് ചോദിക്കും കേട്ടോ. അറിയിച്ചാലും മുത്തശ്ശന് അതൊന്നും പേടിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്തായാലും നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവരെ പേടിച്ച് ഒന്നും പുറത്ത് പറയാതിരിക്കും, പക്ഷേ അതെന്തായാലും അതൊരു തീപ്പൊരിയായിട്ട് തന്നെ അത് ലോകത്തെല്ലാവരും അറിയുകയും ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളെ മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്തായാലും അനിയെപ്പോലുള്ളൊരു പയ്യനിക്ക് എന്തായാലും അനാമികയെ കണക്കൊരു ഭാര്യയുടെ ആവശ്യമില്ല. അപ്പം നമ്മളെ മുത്തശ്ശി പറയുന്നുണ്ട്, എന്തായാലും ഓരോ പെൺപിള്ളേർ ഇതണക്ക് സ്നേഹിച്ചിട്ട് പിന്നെ ഭർത്താക്കന്മാർക്ക് വിഷം കൊടുത്ത് ഇങ്ങനെ കൊല്ലുന്നില്ല, എന്തായാലും ഇനി അനിക്കും ആ ഒരു അവസ്ഥ വന്നാൽ എന്താ ചെയ്യും, അതുകൊണ്ട് ഇനി എന്തായാലും അവൾ എന്തായാലും ഇവിടെ വേണ്ടെന്നുള്ള കാര്യം തന്നെ അവർ ഉറച്ച് തീരുമാനിച്ച് നിൽക്കുക. അങ്ങനെ നമ്മളെ മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്തായാലും ഇപ്പം തന്നെ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞത് എന്തായാലും നല്ലതായെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ നന്ദു ആണെങ്കിൽ ഇങ്ങനെ കണ്ണാടി നോക്കിയിട്ട് പ്രതിരൂപത്തിൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്തായാലും അവൻ ഇത്രയും ദിവസം ഇങ്ങനെ വെക്കാതെയൊക്കെ ഇരുന്നപ്പോൾ നിനക്ക് നല്ല വിഷമമായില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് എന്തോ ഇങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെ സങ്കടം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾക്ക് എന്തായാലും ഒരുമിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾക്ക് കാത്തിരിക്കാമല്ലേ, ഒരുമിക്കാൻ പറ്റുന്നൊരു സമയം വരെ നിങ്ങൾക്ക് കാത്തിരിക്കാമെന്ന് പറയുമ്പോൾ ഇങ്ങനെ നമ്മൾ നന്ദു ആണെങ്കിലും സന്തോഷത്തോടെ ഇങ്ങനെ പറയുന്നു. നന്ദുവും പറയുന്നുണ്ട്, ഒരു സമയം വരെ എന്തായാലും കാത്തിരിക്കാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നന്ദുവിൻ്റെ മനസ്സിലൊരു സന്തോഷമൊക്കെ വരുന്നുണ്ട് കേട്ടോ, മുഖത്തും ഒരു സന്തോഷമൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്തായാലും അവരും സമ്മതിക്കത്തില്ലല്ലോ, അനന്തപുരിയിൽ അവരങ്ങനെ സമ്മതിക്കത്തില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്, എന്നാലും ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കനകയാണെങ്കിൽ ഗോവിന്ദൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ, ഇതണക്ക് പിന്നെ അനാമികയാണെങ്കിൽ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് പുറത്താക്കി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ ഗോവിന്ദൻ പറയുന്നുണ്ട്, എന്തായാലും അത് നന്നായി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ കനക പറയുന്നുണ്ട്, എന്തായാലും മൂർത്തി സാറ് തന്നെയാണ് പുറത്താക്കിയെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് പിന്നെ അങ്ങനെ അവർ പറയുന്നുണ്ട്, എന്തായാലും ഇനിയിപ്പം അനാമിക പോയ സ്ഥിതിക്ക് എന്തായാലും ഇനിയിപ്പോൾ അനി എന്തായാലും നന്ദുവിൻ്റെ പിറകെ നടന്ന് നന്ദുവിനെ ശല്യം ചെയ്യും, എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം, നല്ല ആലോചനകളോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലും
നന്ദുവിനെ നമുക്ക് കെട്ടിച്ചു വിടാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് കനക ഇങ്ങനെ ഗോവിന്ദൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഒരു 5-6 ചെറുക്കന്മാരെ ഫോട്ടോയൊക്കെ കൊണ്ട് ജാതകവും കൊണ്ട് ഞാൻ പിന്നെ ജോത്സ്യൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും ജോത്സ്യൻ തറപ്പിച്ച് തന്നെ പറയുന്നത് നമ്മൾ നന്ദു സ്നേഹിച്ച പയ്യനെ തന്നെ കെട്ടത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്തൊക്കെ നന്ദു ആണെങ്കിൽ അങ്ങോട്ട് അവരെ അച്ഛനമ്മയുടെ അടുത്തോട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. നന്ദു വരുന്നത് ഇവർ കണ്ടിട്ടില്ല കേട്ടോ, അങ്ങനെ കാണാതെ ഇവർ സംസാരിക്കുന്നത്. അങ്ങനെ നമ്മളെ കനകയാണെങ്കിൽ ഗോവിന്ദൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ജോത്സ്യൻ ഇപ്പോഴും തറപ്പിച്ച് തന്നെ പറയുന്നത് അവർ തമ്മിലുള്ള കല്യാണം നടക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് കനക പറഞ്ഞ്, ഞാൻ തറപ്പിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ പയ്യനാണ് ഇങ്ങോട്ട് പിന്നെ നന്ദുവിൻ്റെ പിറകെ നടക്കുന്നത്, അല്ലാതെ മോക്ക് അങ്ങോട്ട് ഇഷ്ടമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജോത്സ്യൻ അപ്പോഴും വാശി പിടിച്ച് തന്നെ ജോത്സ്യൻ പറയുന്നുണ്ട്, അവരെ മനസ്സുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടുത്തിട്ടുണ്ടെന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ പിന്നെ ഗോവിന്ദനാണെങ്കിൽ പറയും, നീ എന്തായാലും ഇതിനി ആരുടെ പറഞ്ഞുകൊണ്ടൊന്നും നടക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ കനക പറയുന്നുണ്ട്, ആദർശിൻ്റെയും നയനയുടെയും ജാതകം നോക്കിയിട്ടൊന്നും അല്ലല്ലോ നമ്മൾ കല്യാണം നടത്തിയത്. പക്ഷേ അതിനുശേഷം അതൊരു യാദൃശ്യമായിട്ടൊരു കല്യാണം നടന്നു. പക്ഷേ അതിനുശേഷവും നമ്മളും ജാതകം കൊണ്ടുപോയി നോക്കിയിട്ടുണ്ടല്ലോ ഗോവിന്ദേട്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കനക. അപ്പോഴേ ജോത്സ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അവരെ ജാതകത്തിലും നയനയുടെ ആദർശിൻ്റെ ജാതകവും നല്ല പൊരുത്തമുള്ള ജാതകം, അത് അപൂർവം ചിലരിൽ ഇങ്ങനെ വരത്തുള്ളൂ. അതുപോലെ തന്നെ അബിയുടെയും നവ്യയുടെയും കൊണ്ടുപോയപ്പോഴാണ് അത് ചേർച്ചയില്ല എന്ന് പറഞ്ഞത്. ഇപ്പം നമ്മളെ നന്ദുവിൻ്റെയും അനിയുടെയും നോക്കിയപ്പോഴും അതും നല്ല പൊരുത്തമുള്ള ജാതകമാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ കേട്ടിട്ട് നമ്മളെ നന്ദു അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം പിന്നെ കനകയ്ക്കും ഗോവിന്ദനും ആണെങ്കിൽ ഒരു ടെൻഷനുണ്ട് കേട്ടോ. എന്തായാലും നമ്മളെ അനിയും നന്ദു ഒന്നിക്കുമോ എന്നുള്ളൊരു ടെൻഷനൊക്കെ കാര്യങ്ങളും അവരെ മനസ്സിലും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. പിന്നെ നമ്മളെ നന്ദു ഇങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ, എന്തായാലും അവർ തമ്മിൽ മനസ്സുകൾ അടുത്തിട്ടുണ്ടെന്നും അവരെ പിരിക്കാൻ പറ്റത്തില്ലെന്നും സ്നേഹിച്ചവർ തമ്മിൽ അവർ ഒരുമിക്കുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കനക പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ നന്ദുവിനാണെങ്കിൽ ഒരു സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ മുഖത്തൊക്കെ. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതിനകത്ത് ചിലപ്പോൾ വോയിസ് എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം വരും കേട്ടോ, ഹോസ്പിറ്റലിലായതുകൊണ്ട് ആ ഒരു സൗണ്ടിൻ്റെ ഒരു പ്രശ്നങ്ങളുണ്ട് കേട്ടോ, ഒന്ന് ക്ഷമിക്കണേ.